മരിച്ച ഒരാഴ്ച മുമ്പാണല്ലോ കണ്ടെത്താതെ വലിയ മൂതിരി അതിന് വേലി കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നീട് നമ്പൂരിക്ക് പെട്ടെന്ന് രോഗം വിഷമിച്ച് മരണം സംഭവിച്ചതും വിധവയായതൊന്നും അതിന് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. വയസ്സ് 17 ആയിട്ടുള്ളൂ. ആചാരങ്ങൾക്കൊന്നും ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുറവുണ്ടാവില്ല തിരുമേനി. അച്ഛൻ മരിച്ചതിൽ എല്ലാവർക്കും തരണം. അതിനെ ദുശാഠ്യം കൊണ്ടൊരു ഫലല്ലേ? ഒന്നും വേണ്ടാന്ന് പറയും വല്യമ്മേ. വിധവയായെന്നുള്ള കാര്യം സത്യ. പിന്നെ ഒരു താലി മാത്രം അണിഞ്ഞിട്ട് എന്താ കാര്യം? അതിൽ ഞാൻ ഊരി തന്നോളാം. താലി മാത്രം ഒരു തരം പറയരുത്. ഈ കുട്ടിക്ക് ആചാരങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. രാമ പഴയ ലോകിക്ക് പറഞ്ഞ് താനും വന്നല്ലോ. സന്തോഷായിരിക്കണോ വാസുദേവ? രാമൻ വന്നിരിക്കണോ? എന്തിനാ കുട്ടി പിടിവാശി? നിന്റെ മുതുമുത്തച്ഛനാവാൻ പ്രായമുള്ള ഒരാൾ കെട്ടിയ ചരടിനോട് ഇത്രയ്ക്ക് പ്രിയോ? ഒരു കുരുക്ക് എത്ര പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറ്റുന്നോ? അതല്ലേ കുട്ടി നല്ലത്. എന്താണോ രാമ ഈ അവസ്ഥയില് ഞങ്ങളെ പരിഹസിക്കാനാണോ താൻ തന്റെ വേലിയിലേക്ക് കൂട്ടിട്ട് വന്നിട്ടുള്ളത്? രാത്രിയെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നല്ല വാസുദേവ, രാത്രിയുടെ കൂടെ ഞാൻ വന്നതാ. നിരാപ്പ പോന്നെ. നിന്റെ ഉപദേശമൊന്നും എന്റെ ചെറിയമ്മയ്ക്ക് ആവശ്യമില്ല. ചെറിയമ്മേ? ഈ കുട്ടിയോ? വാസുദേവ നമ്പൂരിക്ക് ഇപ്പൊ എത്രയാ പ്രായം? 45 അതോ 50 തികഞ്ഞോ? കൊള്ളിവാക്ക് വേണ്ട. എന്റെ മുറ്റത്തായി പോയി. അല്ലാച്ചാ ഇതിനെന്താ മറുപടി പറയണ്ടെന്ന് അറിയാനിട്ടല്ല. എന്ത് മറുപടിയാ നമ്പൂരിക്ക് പറയാൻ ഉണ്ടാവുക? 80-ാം വയസ്സില് ഒരാഴ്ചക്കപ്പുറത്തേക്ക് മരണമുള്ളപ്പോ നമ്പൂരിയുടെ അച്ഛൻ ഈ പെൺകിടാവിനോട് കാണിച്ച ചതിയെ കുറിച്ച് എന്ത് മറുപടിയാ നമ്പൂരിക്ക് പറയാൻ ഉണ്ടാവുക? ഗതികേട് കൊണ്ട് താലി കെട്ടാൻ കഴുത്തു കാട്ടി കൊടുത്തതിനും രോഗിയായ വൃദ്ധ നമ്പൂരിക്ക് ഒരാഴ്ചത്തെ മരുന്നെടുത്ത് കൊടുത്തതിനും പുറത്തടവി കൊടുത്തതിനും ഈ കുട്ടികൾക്ക് ശിക്ഷയാണോ വൈധവ്യം? എന്തെങ്കിലും കരികായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഓദിക്കാനുള്ള പറഞ്ഞ് മനസ്സിലാക്കണ്ടായിരിക്കും നല്ലത്. അവിടെ ഇരുന്ന് കർമ്മങ്ങൾ ചെയ്യാ. രാത്രി നിനക്ക് അറിവുണ്ട്, സമ്മതിക്കുന്നു. ആ അറിവിനെ കുറിച്ചൊക്കെ നാട്ടിൽ ഇപ്പൊ നല്ല സംസാരമുണ്ട്. അത് ഓദിക്കന് നന്നേ ബോധിച്ചൂലോ. ഞാൻ പറയുന്നത് കേക്ക. ഇതൊന്നും ഇന്നോ ഇന്നലെയോ ഉണ്ടായ ആചാരങ്ങളല്ല. നമ്മുടെ സമുദായത്തില് ചെറുപ്രായത്തിൽ വിധവയാവുന്ന ആദ്യത്തെ അന്തർജനമല്ല രുക്മിണി. പാലമറ്റം തിരുമേനി വേലി ഉറപ്പിച്ച് വേലിക്കും കുടിവെപ്പിനും മുമ്പ് കതിരൂര് ഒരു പെൺകിടാവ് വിധവയായത്. അതായത് കന്യകയായിരിക്കുമ്പോ. അങ്ങനെയുള്ള കന്യകമാരെ വെറുതെ വിടാറില്ലല്ലോ നിങ്ങളുടെ ആചാരങ്ങള്. വേലിക്ക് മുൻപ് വരൻ മരിച്ചാൽ വരന്റെ കെട്ടിരൂപം ഉണ്ടാക്കി ജീവനില്ലാത്ത പാവയോടൊപ്പം കിടത്തിയല്ലേ സേകം. അങ്ങനെ കെട്ടിരൂപത്തെ വരച്ച് സുമംഗലി എന്ന് വരുത്തി തീർക്കുക, പിന്നെ വിധവയാക്കുക. അതോട് തീർന്നു ആചാരങ്ങള്. വിവാഹത്തിന് മുൻപ് ഇല്ലത്തെ ഒരു കന്യക മരിച്ചാൽ എന്താ സ്ഥിതി? നിഷേധന വരുത്തിച്ച് അവളുടെ ശവവുമായി വേഴ്ച നടത്തി കന്യകാത്വം നശിപ്പിക്കും. ഇന്നത്തെ കന്യകാ ശവത്തെ രക്ഷിക്കാനാണെന്ന് പറച്ചിൽ. പെണ്ണിന്റെ ശവത്തെ പോലും വെറുതെ വിടത്ത നിങ്ങളുടെ ആചാരങ്ങൾ ഈ പെൺകിടവിനെ വെറുതെ വിട്ടിയത് എനിക്കറിയാം. പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നത്? മരിച്ചിട്ടും ഇവിടെ സുമംഗലിയായി നടന്നിട്ടോ? അല്ലെങ്കിൽ തന്നെ സംസാരം കേൾക്കട്ടെ, മറുപടി പറയേണ്ട കാര്യം നമുക്ക് എന്താ ഉള്ളത്? നിന്റെ മരണം കുറിയാർത്ത് മതി. മരണത്തിൽ ശോകിക്കാൻ വന്നവരോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ വാസുദേവ? ഞാൻ ശോകപ്പെട്ട് വന്നതല്ല, ഇങ്ങനെ പറയാൻ തന്നെ വന്നത്. അതിവിടെ ആൾക്ക് കേൾക്കണ്ടെന്നാ പറഞ്ഞത്. എന്താ എന്താ കേൾക്കാൻ നിങ്ങൾക്ക് ഭയം? ഉത്തരണ്ടാവില്ല നമ്പൂരാർക്ക്. അതന്നെ. അപ്പൊ ഇയാളും പരിഷ്കാരിയായോ? സമ്പർക്ക ഗുണം അല്ലാണ്ടെന്താ? അകത്തൊതുങ്ങി കഴിയേണ്ട അന്തർജനങ്ങള് ഇതുപോലെ പുറത്തിറങ്ങി ചെലക്കണത് അവിടുത്തെ ആളുകളുടെ കഴിവേട് തന്നെ. അത് ഞാനങ്ങനെ സഹിച്ചു വാസുദേവ, താൻ അതിൽ വേവലാതിപ്പെടണ്ട. ഈ സഹനത്തിന് താൻ വലിയ വില കൊടുക്കേണ്ടി വരും. അത് വഴിയറിയാം. ചെറിയമ്മ വരുന്നുണ്ടോ? കുറിയടുത്തേക്ക് നോക്കി പഠിക്കണ്ട. ആ പഠിപ്പൊന്നും ഇവിടെ നടക്കില്ല. വരികള് പോയിരുന്നു കൊടുത്തോളൂ കുട്ടി. ഇല്ലെങ്കിൽ മകന്റെ സ്വരവും വിധവും മാറും. ചെറിയമ്മാന്ന് വിളിച്ചതാവോണ്ട് മൂദേവി എന്നുള്ള വിളി കേൾക്കേണ്ടി വരും. ആ വിളി ഈ നമ്പൂരാനെല്ലാം ചേർത്ത് വിളിച്ചു വരും. അതുകൊണ്ട് പോയിരുന്നു കൊടുത്തോളുക.
തന്നെ എല്ലാ സന്തോഷങ്ങളിൽ നിന്നും ഇനി അതൊരു ഭ്രഷ്ട് ആണെങ്കിൽ തന്നെ നിരക്കണ്ട ഇപ്പൊ. നടത്തിക്കോട്ടെ കുറച്ചേരം കഴിയുള്ള തുടങ്ങിട്ടേ ഇരുട്ടിൽ അതിനുണ്ടായിരുന്ന ഇത്തിരി വെളിച്ചം കൂടി കിട്ടു. ഇപ്പൊ ശരിക്കും കൂരിരുട്ടിലായി. ഈ കാഴ്ച കാണണമെന്നും പറഞ്ഞല്ലേ താത്രി പോണ്ട്. കാഴ്ച കാണുകയും ചെയ്തു. നിന്റെ ഒരു സംശയം, ഞാൻ കെട്ടി ഈ താലി അതൊരു കുരുക്കായിട്ടാണോ താത്രി കരുതിയിരിക്കണേ? വരൂ പോകാം. അവിടെ നിൽക്കാം. നീ ഇവിടെ നിന്ന് അത്രയൊക്കെ വിളമ്പിയിട്ടും മോനൊന്നും പറയാതെ പോയത് ഒരു ചടങ്ങിന് വിഘ്നം വരുത്തണമെന്ന് കരുതിയിട്ടാ. മരിച്ചുപോയത് ഓന്റെ അച്ഛനെ നീ പരിഹസിച്ചത്. നോന്റെ അച്ഛൻ 85 വയസ്സിൽ 4 വേളി കഴിച്ചതും സമുദായത്തെയും ഈശ്വരന്മാരെയും അറിയിച്ച അഗ്നിസാക്ഷിയാക്കിയിട്ട. പക്ഷെ നീ ചെയ്തു കൂട്ടിയിട്ടുള്ളതോ തനിക്കറിയില്ല. 4 നമ്പൂരാരും കൂടുന്നിടത്തെല്ലാം ഇപ്പൊ തന്നെ വേളിയെ കുറിച്ചാണ് സംസാരം. പല പുരുഷന്മാരുമായും രഹസ്യം സംബന്ധിച്ചുള്ള ഒറ്റയാളോ തന്നെ ഈ വേളി. ഒച്ചയോക്കാനൊക്കെ എന്റെ പണിക്ക് പുറത്ത് എന്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല. തന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല. പക്ഷേ വാർത്തോരിസം കൊച്ചി തമ്പുരാന്റെ അടുക്കൽ എത്തുമല്ലോ, അന്ന് താഴൊക്കെ ഇവളോടൊപ്പം മനസ്സിലാക്കപ്പെടുമ്പോ മനസ്സിലാക്കും പല കൈ മറിഞ്ഞു വന്ന ഒരു പണം ചരക്കിനെ അതാ കെട്ടിയെടുത്ത മരിച്ചുപോയെന്നോന്റെ അച്ഛന്റെ പട്ടണ സാക്ഷിയാക്കിയതോ പറയാം. ഇവരുടെ കള്ളക്കളി ഞാൻ പൊളിക്കും. രാജാവ് കണ്ടുകെട്ടുന്ന കുറിയെടുത്ത് വരയിൽ കൊട്ടുവലി നടത്തി പെണ്ണമിക്കുന്നതും ഈ നോനായിരിക്കും. കണ്ണൻ ജാത വാസുദേവൻ. അവന് ഭ്രാന്ത് പിടിച്ചിരിക്കണോ? ദേഷ്യം വന്ന മുൻപ് അവരിങ്ങനെയാ. എന്തേലൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞ് ജയിക്കാൻ നോക്കും. ഉള്ളിന് നേരില്ലാത്തോണ്ട് നിറകേട് പറഞ്ഞ് അങ്ങനെ ജയിക്കാം. അതാ അവന്റെ ശീലം. പക്ഷെ അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനു 100 മറുപടിയിൽ എന്റെ താത്രി ഒരക്ഷരം മിണ്ടിയില്ല. അതെനിക്ക് മനസ്സിലാവാത്ത. അതിനൊരു മറുപടി പറയേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല. തിരുമേനിയുടെ ഇഷ്ടം പോലെ ഊഹിക്കാം. എന്തായാലും ഈ വരവിൽ ഒരു ഗുണമുണ്ടായി. വിചാരണയ്ക്ക് ശിക്ഷയ്ക്ക് മുൻപേ ചൂണ്ടിക്കാണിക്കുക എവിടെ ഒരു ഒറ്റുകാരമേനല്ലോ. നിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടാൽ വാസുദേവനായിരിക്കും. എനിക്കിപ്പോഴും മനസ്സിലാവണില്ല താത്രി. പറഞ്ഞു മനസ്സിലാക്കണേക്കാളും നല്ലത് സ്വയം ബോധ്യപ്പെടുന്നതായിരിക്കും. കണ്ടല്ലാതെ പറഞ്ഞ മാനമില്ലാത്തവർക്ക് എന്തിനാണ് ഈ മറക്കൂട? മറക്കുവാനൊന്നുമില്ലെങ്കിലിനി എന്തിനാണീ കുട ചൂടി നടക്കേണ്ട കാരണം? സത്യങ്ങൾ മറക്കുടയ്ക്കുള്ളിൽ മരിക്കണ്ട. സത്യങ്ങൾ ലോക വെളിച്ചത്തിൽ നിറയട്ടെ. സത്യങ്ങൾ സങ്കൽപ്പത്തിനപ്പുറം വാഴട്ടെ.